എന്റെ മകന്റെ ജീവിതമേ എറിഞ്ഞുടച്ചവളാ നീ. ഹ്, അതിനുള്ള ശിക്ഷ നിനക്കെന്തായാലും ഉണ്ട്. കൂട്ടിന് അനിയത്തി കൂടി വേണോന്ന് നിനക്ക് തന്നെ തീരുമാനിക്കാൻ. സത്യമ്മ, സത്യമ്മ പറയുന്നത് എന്തായാലും അത് അക്ഷരം പ്രതി അനുസരിച്ചോളാം ഞാൻ. പറഞ്ഞല്ലോ ഞാൻ, നീ അനുസരിക്കും. നിന്നെക്കൊണ്ട് ഞാൻ അനുസരിപ്പിക്കും. വിഷ്ണുവിനെ മേലിൽ കാണാനോ സംസാരിക്കാനോ പാടില്ല നീ, ജീവിതാവസാനം വരെ. സത്യമ്മേ, എന്തു പറയുന്നു നീ? നിനക്ക് നിന്റെ വിഷ്ണുവേട്ടനെ കാണണോ, അതോ സ്വന്തം അനിയത്തിയുടെ ജീവിതം വേണോ? ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ തന്നെ ആൺതുണയില്ലാത്ത 3 പെണ്ണുങ്ങൾ ഒരുമിച്ചൊരു വീട്ടിൽ വേണ്ട ശാലിനി. നോക്ക്, എനിക്കൊരു തീരുമാനം അറിയണം. എന്ത് വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ടത് നീയാ. സത്യമ്മ എന്ത് പറഞ്ഞാലും ഞാനത് അനുസരിച്ചോളാം. ശ്യാമയുടെ ജീവിതം എനിക്ക് വലുത്. വാക്ക് സത്യമ്മേ, നീ വാക്ക് മാറുന്ന ആ ക്ഷണം ഞാൻ എന്റെ തീരുമാനം അങ്ങ് മാറ്റും. അങ്ങനൊന്നും ഉണ്ടാവില്ല സത്യമ്മ. നോക്ക, ഉണ്ടാവരുത്. വിഷ്ണു ഇങ്ങോട്ട് കാണാനോ സംസാരിക്കാനോ ശ്രമിച്ചാലും നീ ഒഴിഞ്ഞു മാറി പോയിക്കോണം. ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടതേ നീയും നിന്റെ കുടുംബമാണെന്നുള്ള ഓർമ്മ നിനക്ക് വേണം. മനസ്സിലായി. ഈ രഹസ്യം നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ മാത്രം. മനസ്സിലായോ? വിഷ്ണുവോ നിന്റെ അമ്മയോ കൂടപ്പിറപ്പുകളോ ആരായാലും ഈ വിവരം മൂന്നാമതൊരാൾ അറിഞ്ഞ ശ്യാമ ഈ വീട്ടിൽ തന്നെ കഴിയേണ്ടി വരും. ശരി, എല്ലാം പറഞ്ഞതുപോലെ തന്നെ. കേട്ടോ? ശരി മോളെ.
എന്താടി അവര് നിന്നോട് വാതിലടച്ച് സംസാരിച്ചത്? നല്ലതേ പറഞ്ഞുള്ളൂ. ആർക്ക് നല്ലത്? എല്ലാവർക്കും നല്ലത്. കുഞ്ഞിച്ചി, സത്യം പറ. എന്നേക്കാൾ എനിക്ക് പ്രധാനം എന്റെ കൂടപ്പിറപ്പുകളുടെ ജീവിതം. അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ചേച്ചി, வாழ்வில் കനലാളും പോലെ ഉരുകും ഒരു മോഹം നീയേ. നെഞ്ചുലഞ്ഞ മുറിവിലായി മെല്ലെ മെല്ലെ തഴുകുമോ നിലവാകോ നിഴലാകോ. മണ്ണടിയും നാൾ വരെ കൂടെ കാവലായി കണ്ണേ നിന്നെ കാക്കാം. സ്വപ്നം നീ സ്വന്തം നീ, സ്വർഗം നീ സർവം നീ. വിഷ്ണുവിനെ മേലിൽ കാണാനോ സംസാരിക്കാനോ പാടില്ല നീ. വാക്ക് സത്യമേ. മേഘം വാനിലെങ്കിലും ദൂരെ ദൂരെ മാഞ്ഞുവെങ്കിലും ഹലോ. ഹലോ എടോ, ഇത് എവിടെയാ? ഉച്ച മുതൽ ഞാൻ വിളിക്കുക. താനെന്തിനാ ഫോൺ കട്ട് ചെയ്ത് കളയുന്നേ? ഞാൻ ഇവിടെ തന്നെയുണ്ട് വിഷ്ണുവേട്ടാ. പിന്നെന്താ ഫോൺ എടുക്കാത്തെ? വിഷ്ണുവേട്ടാ, നമ്മൾ തമ്മിൽ കാണേണ്ടതല്ലേ സത്യമാ പറഞ്ഞിരിക്കുന്നത്. അമ്മ പറഞ്ഞെന്ന് കരുതി അങ്ങനെ ചെയ്യണമെന്നുണ്ടോ? അതാണോ നമ്മൾ തമ്മിലുള്ള ബന്ധം?
എൻ്റെ അനിയത്തിയുടെ ജീവിതമാണ് വിഷ്ണുവേട്ടാ. എടോ താൻ CCTV പേടിച്ചിട്ടാണോ? എടോ അതിന്റെ കണ്ണ് വെട്ടിക്കാൻ ഒരുപാട് വഴികളുണ്ട്. അപ്പൊ വിഷ്ണുവേട്ടൻ എന്താ പറയുന്നത്? ഞാൻ ഒരിക്കലും സത്യമ്മയുടെ വീട്ടിലേക്ക് വരണ്ടെന്നാണോ? എന്ത്? വിഷ്ണുവേട്ടാ, ശ്യാമയുടെ പ്രസവം കഴിഞ്ഞ കുഞ്ഞിനെയൊക്കെ ഒന്ന് കാണുമ്പോൾ സത്യമ്മയുടെ ദേഷ്യം ഒന്ന് അടങ്ങും. അങ്ങനെ ശാന്തമായിരിക്കുമ്പോൾ സത്യാമ്മയോട് തിരികെ വീട്ടിലേക്ക് വരുന്ന കാര്യം സംസാരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. എടോ അതിനു മുമ്പ് അമ്മ അറിയാതെ കാണുന്നതിൽ എന്തോ കുഴപ്പം? കുഴപ്പമുണ്ട് വിഷ്ണുവേട്ടൻ. വിഷ്ണുവേട്ടൻ എൻ്റെ വയറ് കണ്ട എല്ലാം തകരും. എടോ മറുപടി പറയും ഞാൻ ചോദിച്ചേനെ. വിഷ്ണുവേട്ടൻ കുഴപ്പമാ. നമ്മൾ കണ്ട കാര്യം ഏതെങ്കിലും വിധത്തിൽ സത്യം അറിഞ്ഞ സത്യം ഒരു കാലത്ത് ക്ഷമിക്കില്ല. പിന്നീട് ഒരിക്കലും എനിക്ക് ആ വീടിന്റെ പടി ചവിട്ടാൻ പറ്റില്ല. എടോ അങ്ങനെ എത്ര നാളാ നമ്മൾ അവന് കാണാതിരിക്കുന്നേ? ശ്യാമയുടെ പ്രസവം കഴിയുന്നത് വരെ അതുവരെ നമ്മൾ കാത്തിരിക്കണം വിഷ്ണുവേട്ടാ. കാത്തിരുന്നേ പറ്റൂ. എടോ അത്രയും ദിവസോ? എടോ അത്രയും ദിവസം എനിക്ക് ഇങ്ങനെ കാണാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ ശ്വാസം മുട്ടി ചത്തുപോകും. വിഷ്ണുവേട്ടാ, നമുക്ക് കാണാം. കാണാമെന്നോ? എങ്ങനെ? നമുക്ക് വീഡിയോ കോളിൽ കാണാം. വീഡിയോ കോളോ? അതുപോരെ? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ വിഷ്ണുവേട്ടാ. വീഡിയോ കോളെങ്കിൽ വീഡിയോ കോള്. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് കാണണമെന്ന് എപ്പോൾ തോന്നുന്നോ അപ്പം ഞാൻ വിളിക്കും. അതിനിപ്പോൾ ഏത് സമയത്താണെങ്കിലും കോൾ അറ്റൻഡ് ചെയ്തോണം. അല്ലെങ്കിൽ ഞാൻ വണ്ടി എടുത്ത് നേരെ കൊണ്ട് വരേ. ഞാൻ കോൾ എടുത്തോളാം. ഞാനിപ്പോ വെക്കുക. അല്ല ഇയാളും ഭക്ഷണം കഴിച്ചോ? ഇല്ല. ഭക്ഷണം കഴിക്കണേ. കഴിച്ചോളാം. വിഷ്ണുവേട്ടനും കഴിക്കണം. കഴിക്കാം. എടോ ഇയാള് ഹാപ്പി ആയിട്ടിരിക്കണേ. എന്നാ ശരി, ഞാൻ വിളിക്കാം. കുഞ്ഞേ
ശാലിനി മോൾക്കൊരു രജിസ്റ്റേർഡ് കത്തുണ്ടായിരുന്നു. ഞാനത് ഒപ്പിട്ട് വാങ്ങി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്നുള്ളതാ. IAS പരീക്ഷയുമായി ബന്ധപ്പെട്ട എന്തോ ആണെന്നാ തോന്നുന്നത്. ഇവിടത്തെ വിലാസത്തിലല്ലേ കത്ത് വരൂ. ഇതൊന്ന് പൊട്ടിച്ച് വായിച്ചു നോക്കി പിള്ളച്ചിട്ട്. എന്തേ? ഇത് ശാലിനി മോക്ക് സിവിൽ സർവീസ് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാനുള്ള കോളിംഗ് ലെറ്ററാ കുഞ്ഞെ. ഉത്തരാഖണ്ഡിലെ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമിയിൽ 2 വർഷത്തെ ട്രെയിനിങ്. അപ്പൊ അത് കഴിഞ്ഞ ശാലിനി കളക്ടർ? അതേ മോനെ. ഈ കത്ത് ഞാനങ്ങ് എത്തിച്ചു കൊടുക്കട്ടെ? വേണ്ട വേണ്ട, അത് ഞാൻ കൊടുത്തോളാം. ഈ കത്ത് അയാൾക്ക് കൊടുക്കേണ്ട ആള് ഞാൻ തന്നെ. ശാലിനി മോളെ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ സത്യാമ്മ വിലക്കിയിരിക്കുകയല്ലേ. സത്യാമ്മ എങ്ങനെ അറിഞ്ഞാൽ? ഇത്രയും കാലം അമ്മ പറഞ്ഞ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ ഞാൻ, അല്ലേ? എന്തു വന്നോട്ടെ, ഈ കത്ത് ഞാൻ തന്നെ അയാൾക്ക് കൊടുക്കും. ഞാൻ പോവാ, അച്ഛനോട് പറഞ്ഞാൽ മതി. ഈശ്വര, എന്തൊരു ദുർവിധിയായത്. വിഷ്ണുവേട്ടനെ നേരിട്ടൊന്ന് കാണാനും സംസാരിക്കാനും പോലും പറ്റാതെ നിനക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അച്ഛന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ? അച്ഛൻ അമ്മയുടെ വയറ്റത്ത് തലവെച്ച് പറയുന്ന കിന്നാരങ്ങൾക്ക് കാത് കൊടുക്കാൻ. പകരം പിറവിയെടുത്തു കഴിഞ്ഞ് സ്വന്തം അച്ഛനെ അച്ഛന്ന് വിളിക്കാനുള്ള യോഗം പോലും നിനക്കില്ലാതെ പോയല്ലോ ഭാവി. പക്ഷേ നീ ഭാഗ്യവതിയാ. നിനക്കച്ഛനെ തൊടാം, സംസാരിക്കാം, ഒരേ വീട്ടിൽ ഒന്നിച്ച് കിടന്നുറങ്ങാം. അമ്മയ്ക്ക് കിട്ടാതെ പോയ ഭാഗ്യം. ഇതെന്താ ഈ സമയത്ത്? ഹലോ വിഷ്ണുട്ടാ. ഒരു മിനിറ്റ്. എടോ, ഞാൻ അങ്ങോട്ട് വരിക. എങ്ങോട്ട്? ഇയാളുടെ വീട്ടിലേക്ക്. വേറെ അങ്ങോട്ടാ? വീട്ടിലേക്കോ? ആ, അതിനെന്താ? വിഷ്ണുട്ടൻ ഇപ്പൊ വന്ന ഞാൻ ഗർഭിണിയാണെന്ന് മനസ്സിലാവുമല്ലോ. എല്ലാം അതോടെ തീർന്നു. വിഷ്ണുട്ട, അതിപ്പോ CCTV. അതെ, ഇയാൾ ആ CCTV ക്യാമറയുടെ പരിധിക്ക് പുറത്തിറങ്ങി വന്നാൽ മതി. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. വിഷ്ണുട്ട, അതെന്തായാലും വേണ്ട. എടോ ഇയാളുടെ പ്രശ്നം എന്താ അത് പറ. എടോ, നമ്മൾ തമ്മിൽ കണ്ടിട്ട് എത്ര മാസമായി? എന്റെ ഭാര്യയില്ലേ ഇയാള്? ഈശ്വര, എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാവും. വിഷ്ണുട്ട, നോക്ക്, നമ്മളെ തമ്മിൽ കാണരുതെന്ന് സത്യമാ വിലക്കിയിട്ടുള്ളതല്ലേ? ഞാൻ അറിയില്ലാന്ന്. വിഷ്ണുട്ട, ഇതിപ്പോ എങ്ങനെയെങ്കിലും അറിഞ്ഞാലോ? നോക്ക്, 2 ദിവസം കഴിഞ്ഞ എന്റെ അല്ല, അത്
2 ദിവസം കഴിഞ്ഞ ഇത് ശ്യാമയുടെ ഡേറ്റാ. ശ്യാമയുടെ കുഞ്ഞിന്റെ മുഖം കാണുന്ന സത്യമ്മ എന്നോട് ക്ഷമിക്കുമെന്ന ഇപ്പം നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ആ പ്രതീക്ഷ പടിവാതിൽക്ക് വെച്ച് തല്ലിക്കെടുത്തണോ വിഷ്ണുവേട്ടാ? എടോ, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാ. ജീവിതത്തെക്കാൾ പ്രധാനപ്പെട്ടതായി എന്ത് കാര്യാ? എന്താണോ? അതെ, ഇയാളുടെ സിവിൽ സർവീസ് ട്രെയിനിങ്ങിനുള്ള ലെറ്ററാ. അത് ഇയാൾക്ക് പ്രധാനമല്ല.